നമസ്കാരം. കേരള സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന കേരള കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ 2026 ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകളും വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലും താഴെയുമുള്ള കുടുംബങ്ങൾക്ക് ഗുരുതര രോഗങ്ങൾക്ക് സാമ്പത്തിക ഭാരമില്ലാതെ ചികിത്സ ലഭ്യമാക്കുന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി പ്രവർത്തിക്കുന്നത്. 2026 വന്ന പുതിയ ചികിത്സാ പാക്കേജുകൾ, പ്രീമിയം നിരക്കിലെ മാറ്റങ്ങൾ, ഡിജിറ്റൽ KYC, ടെലിമെഡിസിൻ, 650-ലധികം എംപാനൽ ആശുപത്രികൾ, 6 മണിക്കൂറിനുള്ളിൽ പ്രീ ഓതറൈസേഷൻ, ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാം, എത്ര തീയതി മുതൽ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യും തുടങ്ങിയ വിശദവിവരങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ ഇന്ന് പരിശോധിക്കാം. ഈ പദ്ധതി മനസ്സിലാക്കി പരമാവധി ആനുകൂല്യം നേടാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ദിനംപ്രതി ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ആരൊക്കെ അപേക്ഷിക്കാമെന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. പദ്ധതിയിൽ 2 പ്രധാന വിഭാഗമുണ്ട്. ഒന്നാമത്തെ ഭാഗം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ BPL ഭാഗം. കേരളത്തിലെ BPL റേഷൻ കാർഡുള്ള എല്ലാ കുടുംബങ്ങളും ഈ ഭാഗത്തിൽ സ്വാഭാവിക അംഗങ്ങളാണ്. അവർ പ്രത്യേകം അപേക്ഷ നൽകേണ്ടതില്ല. റേഷൻ കാർഡ് വിവരങ്ങൾ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഡാറ്റാബേസിൽ സ്വമേധയാ ചേർക്കും. പഞ്ചായത്ത് അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രി വഴി കാരുണ്യ കാർഡ് ലഭിക്കും. BPL കാർഡ് പുതുതായി കിട്ടുന്നവർക്ക് കാർഡ് കിട്ടിയ ഉടൻ തന്നെ കാരുണ്യ അംഗത്വം സജീവമാകും. രണ്ടാമത്തെ വിഭാഗം കാരുണ്യ പ്ലസ് വിഭാഗമാണ്. EPL റേഷൻ കാർഡുള്ള കുടുംബങ്ങൾ, BPL കാർഡ് ഇല്ലാത്ത പക്ഷെ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ള കുടുംബങ്ങൾ, സംഘടിത അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ, ചെറുകിട കർഷകർ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർക്ക് കാരുണ്യ പ്ലസിൽ അപേക്ഷിക്കാം. വാർഷിക പ്രീമിയം അടച്ച അംഗമാകുന്ന പദ്ധതിയാണിത്. 2026 ജനുവരി മുതൽ പ്രീമിയം നിരക്കിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. 1 മുതൽ 3 അംഗമുള്ള കുടുംബത്തിന് വാർഷിക പ്രീമിയം 800 രൂപ, 4 മുതൽ 5 അംഗമുള്ളവർക്ക് 1100 രൂപയും, 6 അംഗങ്ങൾക്ക് മുകളിൽ 1300 രൂപയും. പ്രീമിയം അടച്ചാൽ ഉടൻ തന്നെ കവറേജ് സജീവമാകും. കാത്തിരിപ്പ് കാലയളവില്ല. ഇനി യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കാം. ഒന്നാമത്തെ മാനദണ്ഡം കേരളത്തിൽ സ്ഥിരതാമസം ഉണ്ടായിരിക്കണം. ആധാർ കാർഡിൽ കേരള വിലാസം ഉണ്ടെങ്കിൽ മതി. രണ്ടാമത്തെ മാനദണ്ഡം കുടുംബത്തിന്റെ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. BPL കാർഡുള്ളവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. മൂന്നാമത്തെ മാനദണ്ഡം കുടുംബത്തിൽ ആരും സർക്കാർ ജോലിയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ സ്ഥിര ജോലി ചെയ്യുന്നവർ ആകാൻ പാടില്ല. കരാർ ജോലിയുള്ളവർക്ക് ഇളവുണ്ട്. നാലാമത്തെ മാനദണ്ഡം ആദായ നികുതി അടയ്ക്കുന്നവർ ആകാൻ പാടില്ല. പാൻ കാർഡ് ഉള്ളവർക്കും ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കും കാരുണ്യ പ്ലസ് ലഭിക്കില്ല. അഞ്ചാമത്തെ മാനദണ്ഡം 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുള്ളവർക്ക് അയോഗ്യത വരും. ആറാമത്തെ മാനദണ്ഡം സ്വന്തമായി കാറ്, ജീപ്പ്, SUV പോലെയുള്ള 4 ചക്ര വാഹനം ഉള്ളവർക്ക് അയോഗ്യത വരും. ഓട്ടോറിക്ഷ, ടാക്സി എന്നിവ വരുമാന മാർഗമായി ഉള്ളവർക്ക് ഇളവുണ്ട്. ഏഴാമത്തെ മാനദണ്ഡം വിദേശത്ത് ജോലിയുള്ളവർ കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല. എട്ടാമത്തേത് 1 ഏക്കറിൽ കൂടുതൽ സ്ഥലമുള്ളവർക്ക് അയോഗ്യത വരും. പട്ടികവർഗ വിഭാഗത്തിന് സ്ഥലപരിധിയിൽ ചെറിയ ഇളവ് ലഭിക്കും. ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ പ്രായപരിധിയില്ല. പിറന്ന കുട്ടി മുതൽ 100 വയസ്സുള്ളവർ വരെ അംഗമാകാം. നിലവിലുള്ള രോഗമുള്ളവർക്കും ഒരു കാത്തിരിപ്പ് കാലയളവില്ല. അംഗമായ ഉടൻ തന്നെ ചികിത്സ ലഭിച്ചു തുടങ്ങും. 2026 ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, ചികിത്സാ പാക്കേജുകളുടെ എണ്ണം 1600-ലധികമായി ഉയർത്തിയതാണ്. മുൻവർഷം 1400 പാക്കേജുകൾ മാത്രമുണ്ടായിരുന്നിടത്ത് പുതുതായി റോബോട്ടിക് ശസ്ത്രക്രിയ, കരൾ മാറ്റിവെക്കൽ, എല്ല് മജ്ജ മാറ്റിവെക്കൽ, അഡ്വാൻസ്ഡ് ക്യാൻസർ ഇമ്യൂണോതെറാപ്പി, ഹീമോഫീലിയയ്ക്ക് ക്ലോട്ടിംഗ് ഫാക്ടർ തെറാപ്പി, സിക്കിൾ സെൽ അനീമിയയ്ക്ക് സ്റ്റെം സെൽ തെറാപ്പി, അപൂർവ രോഗങ്ങൾക്കുള്ള എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി, നവജാത ശിശുക്കളുടെ ജന്മനാ ഉള്ള ഹൃദ്രോഗ ശസ്ത്രക്രിയ, കുട്ടികളുടെ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ എന്നിവ പുതുതായി ചേർത്തു. കോക്ലിയർ ഇംപ്ലാന്റിന് 6 ലക്ഷം രൂപ വരെയുള്ള സഹായം, മാനസിക രോഗങ്ങൾക്കുള്ള ദീർഘകാല ചികിത്സയ്ക്ക് 30 ദിവസം വരെയുള്ള IP ചികിത്സാ പാക്കേജ് ഏർപ്പെടുത്തി. ഓരോ പാക്കിനും നിശ്ചിത നിരക്ക് പുനർനിർണയിച്ചു.
ഹൃദയ ബൈപ്പാസ് ശസ്ത്രക്രിയയുടെ പാക്കേജ് നിരക്ക് 1.10 ലക്ഷം രൂപയിൽ നിന്ന് 1.25 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു. ക്യാൻസർ ശസ്ത്രക്രിയയ്ക്ക് 90,000 രൂപയിൽ നിന്നും 1 ലക്ഷം രൂപയായി. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് 2.50 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെയുള്ള പുതിയ സ്ലാബ് കൊണ്ടുവന്നു. നിശ്ചിത പാക്കേജ് നിരക്കിൽ കൂടുതൽ ചെലവ് വരുന്ന സങ്കീർണ കേസുകൾക്ക് സ്പെഷ്യൽ അപ്രൂവൽ സംവിധാനം 24 മണിക്കൂറിനുള്ളിൽ ലഭിക്കും വിധം പോർട്ടൽ അപ്ഡേറ്റ് ചെയ്തു. 2026 എംപാനൽ ആശുപത്രികളുടെ എണ്ണം 650-ലധികമായി വർദ്ധിപ്പിച്ചു. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ എന്നിവ കൂടാതെ തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, കോഴിക്കോട് മിംസ്, കൊച്ചി അമൃത ഹോസ്പിറ്റൽ, അസ്റ്റർ മെഡിസിറ്റി, ലിസി ഹോസ്പിറ്റൽ, മലബാർ ക്യാൻസർ സെന്റർ, RCC തിരുവനന്തപുരം തുടങ്ങിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും പുതുതായി എംപാനൽ ചെയ്തു. കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ചില പ്രമുഖ ആശുപത്രികളിലും കാരുണ്യ കാർഡ് ഉപയോഗിച്ച് ചികിത്സ നേടാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ വെബ്സൈറ്റായ karunya.kerala.government.in പുതിയ ആശുപത്രികളുടെ പട്ടികയും അവിടെ ലഭ്യമായ ചികിത്സകളുടെ പട്ടികയും പരിശോധിക്കാം. ഓരോ ആശുപത്രിയിലും കാരുണ്യ ഹെൽപ്പ് ഡെസ്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. ഇനി 2026 മറ്റൊരു പ്രധാന അപ്ഡേറ്റ് ഡിജിറ്റൽ KYC നിർബന്ധമാക്കിയതാണ്. കാരുണ്യ കാർഡുള്ള എല്ലാ ഗുണഭോക്താക്കളും 2026 ഡിജിറ്റൽ KYC പൂർത്തിയാക്കണം. KYC ചെയ്യാത്തവരുടെ കാർഡ് താൽക്കാലികമായി മരവിപ്പിക്കും. ആധാർ നമ്പറും OTP ഉപയോഗിച്ച് karunya.kerala.government.in പോർട്ടലിൽ കാരുണ്യ മൊബൈൽ ആപ്പ് വഴിയോ KYC നടത്താം. ആധാർ ബയോമെട്രിക് വെരിഫിക്കേഷൻ ചെയ്യാത്തവർ ഏറ്റവും അടുത്തുള്ള അക്ഷയ സെന്ററിലോ താലൂക്ക് ആശുപത്രിയിലോ പോയി വിരൽ പതിപ്പിച്ച് നൽകണം. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും ഫോട്ടോയും മൊബൈൽ നമ്പറും അപ്ഡേറ്റ് ചെയ്യണം. ഡിജിറ്റൽ KYC പൂർത്തിയാക്കിയവർക്ക് കാരുണ്യ കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ഫിസിക്കൽ കാർഡ് നഷ്ടപ്പെട്ടാലും കാർഡ് കാണിച്ച് ചികിത്സ ലഭിക്കും. ഡിജിറ്റൽ KYC പൂർത്തിയാക്കിയവരുടെ ക്ലെയിം പ്രോസസിംഗ് 50% വേഗത്തിലാകും. കാരുണ്യ കാർഡിന്റെ രൂപവും 2026 മാറ്റി. പുതിയ കാർഡിൽ QR കോഡും ചിപ്പും ഉൾപ്പെടുത്തി. QR കോഡ് സ്കാൻ ചെയ്താൽ രോഗിയുടെ മുഴുവൻ വിവരങ്ങളും ആശുപത്രിക്ക് കിട്ടും. ചിപ്പുള്ള കാർഡ് ബയോമെട്രിക് മെഷീനിൽ വെച്ച് വിരൽ പതിപ്പിച്ച് നൽകിയാൽ മാത്രമേ ചികിത്സ അനുവദിക്കൂ. 18 വയസ്സിന് മുകളിലുള്ള എല്ലാ അംഗങ്ങൾക്കും പ്രത്യേക കാർഡ് നൽകാൻ തുടങ്ങി. പ്രായമായവരുടെ കാർഡിൽ ഫോട്ടോ വലുതാക്കി ചേർത്തിട്ടുണ്ട്. ഇനി ടെലിമെഡിസിൻ സൗകര്യം 2026 കാരുണ്യ പദ്ധതിയുടെ ഭാഗമാക്കി. ദൂരസ്ഥലത്ത് താമസിക്കുന്ന രോഗികൾക്ക് കാരുണ്യ എംപാനൽ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ വീഡിയോ കോൾ വഴി കൺസൾട്ടേഷൻ നടത്താം. കാരുണ്യ ടെലി ഹെൽത്ത് എന്ന പേരിൽ മൊബൈൽ ആപ്പ് ലോഞ്ച് ചെയ്തു. ഈ ആപ്പ് വഴി രോഗലക്ഷണങ്ങൾ രേഖപ്പെടുത്തി ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാം. ഡോക്ടർ ഓൺലൈനായി പരിശോധിച്ച് ആവശ്യമെങ്കിൽ ടെസ്റ്റുകൾ നിർദ്ദേശിക്കും. ടെസ്റ്റ് റിപ്പോർട്ട് അപ്ലോഡ് ചെയ്താൽ ഡോക്ടർ മരുന്ന് നിർദ്ദേശിക്കും. ചെറിയ ചികിത്സകൾക്ക് ആശുപത്രിയിൽ പോകാതെ വീട്ടിലിരുന്ന് ഡോക്ടറെ കാണാം. ടെലിമെഡിസിൻ കൺസൾട്ടേഷൻ പ്രത്യേക ഫീസ് ഈടാക്കുന്നില്ല. ഗുരുതര രോഗമാണെന്ന് ഡോക്ടർ കണ്ടെത്തിയാൽ ആശുപത്രിയിൽ നേരിട്ട് വന്ന് ചികിത്സ തുടരാൻ നിർദ്ദേശിക്കും. ടെലിമെഡിസിൻ വഴി ലഭിക്കുന്ന പ്രിസ്ക്രിപ്ഷൻ കാരുണ്യ പദ്ധതിയിൽ കവർ ചെയ്യും. ഇനി ക്ലെയിം പ്രോസസിംഗിലെ വേഗത വർധനവാണ് 2026 മറ്റൊരു പ്രധാന അപ്ഡേറ്റ്. മുൻവർഷം പ്രീ ഓതറൈസേഷന് 24 മണിക്കൂർ വരെ എടുത്തിരുന്നിടത്ത് ഇപ്പോൾ 6 മണിക്കൂറിനുള്ളിൽ അനുമതി നൽകുന്നു. അത്യാഹിത കേസുകളിൽ പോസ്റ്റ് ഓതറൈസേഷൻ 2 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാകും. ക്ലെയിം അപേക്ഷകൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഉപയോഗിക്കുന്നു. അതിനാൽ തെറ്റുകൾ വേഗത്തിൽ കണ്ടെത്തി തിരുത്താൻ കഴിയുന്നു. റീഇംബേഴ്സ്മെന്റ് ക്ലെയിം 15 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കും. ബില്ലിന്റെ തുക നേരിട്ട് ആശുപത്രിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. രോഗിക്ക് കാത്തിരിക്കേണ്ടതില്ല. ക്ലെയിം സ്റ്റാറ്റസ് മൊബൈൽ ആപ്പ് വഴി തത്സമയം പരിശോധിക്കാം. SMS വഴിയും ക്ലെയിമിന്റെ ഓരോ ഘട്ടവും അറിയിക്കും. ക്ലെയിം നിരസിക്കപ്പെട്ടാൽ കാരണം വ്യക്തമായി SMS-ൽ പറയും. 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാനും സാധിക്കുന്നതാണ്. ഇനി അടുത്തത് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ 2026 കൂടുതൽ വിപുലമാക്കി. 1 വർഷത്തിൽ 5 ലക്ഷം രൂപ വരെ ഫ്ലോട്ടിംഗ് കവറേജ് ലഭിക്കും. അതായത് കുടുംബത്തിലെ ഏതംഗത്തിനും 5 ലക്ഷം വരെ ചികിത്സ ലഭിക്കും. കാത്തിരിപ്പ് കാലയളവില്ല. നിലവിലുള്ള രോഗങ്ങൾക്കും കവറേജ് ലഭിക്കും. ക്യാഷ്ലെസ് ചികിത്സ മാത്രം, രോഗി പണം മുടക്കേണ്ടതില്ല.
ചികിത്സയ്ക്ക് മുമ്പും ശേഷവുമുള്ള 3 ദിവസത്തെ മരുന്നും ടെസ്റ്റും പദ്ധതിയിൽ ഉൾപ്പെടും. 30 ദിവസം വരെയുള്ള ഫോളോ അപ്പ് ചികിത്സയ്ക്കും സൗജന്യമാണ്. കേരളത്തിലെ എല്ലാ ജില്ലയിലും കാരുണ്യ കാർഡ് ഉപയോഗിക്കാം. ഒരു കുടുംബത്തിൽ ഒന്നിലധികം പേർക്ക് ഒരേ സമയം ചികിത്സ തേടാം. 5 ലക്ഷം തീരുന്നതുവരെ ആവർത്തിച്ച് ഉപയോഗിക്കാം. പദ്ധതിയുടെ പരിമിതികൾ കൂടി അറിയണം. ഇനി നിങ്ങൾ ഈ പദ്ധതിയുടെ പരിമിതികൾ കൂടി അറിയണം. OP ചികിത്സ, സാധാരണ പനി, ജലദോഷം, സാധാരണ പല്ലിന്റെ ചികിത്സ, കോസ്മെറ്റിക് ശസ്ത്രക്രിയ, ഗർഭിണികളുടെ സാധാരണ പ്രസവം എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടില്ല. സങ്കീർണതയുള്ള പ്രസവം മാത്രം കവർ ചെയ്യും. മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗം മൂലമുള്ള രോഗങ്ങൾക്ക് കവറേജ് ഇല്ല. സ്വയം പരിക്കേൽപ്പിച്ചിട്ടുള്ള ചികിത്സയ്ക്ക് സഹായം ലഭിക്കില്ല. രജിസ്ട്രേഷൻ പ്രക്രിയ വർഷം മുഴുവൻ തുറന്നിരിക്കുന്നു. പ്രത്യേക തീയതി പരിധിയില്ല. BPL കാർഡുള്ളവർ പഞ്ചായത്ത് അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രിയിൽ പോയി കാർഡ് വാങ്ങാം. APL കുടുംബങ്ങൾക്ക് സേവനതളം പോർട്ടൽ വഴിയോ അക്ഷയ സെന്റർ വഴിയോ ഓൺലൈനായി അപേക്ഷിക്കാം. ആധാർ കാർഡ്, റേഷൻ കാർഡ്, വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക് ഫോട്ടോ എന്നിവ അപ്ലോഡ് ചെയ്യണം. പ്രീമിയം UPI, നെറ്റ് ബാങ്കിംഗ്, ഡെബിറ്റ് കാർഡ് വഴി ഓൺലൈനായി അടയ്ക്കാം. അപേക്ഷ അംഗീകരിച്ചാൽ 15 ദിവസത്തിനുള്ളിൽ കാർഡ് ലഭിക്കും. കാർഡ് കിട്ടുന്നതുവരെ അപേക്ഷയുടെ രസീത് കാണിച്ച് ആശുപത്രിയിൽ ചികിത്സ നേടാം. 2026 കാരുണ്യ കോൾ സെന്ററിന്റെ സേവനം മെച്ചപ്പെടുത്തി. 104 എന്ന ടോൾ ഫ്രീ നമ്പർ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്ന ഭാഷകളിൽ സേവനം ലഭിക്കും. കോൾ സെന്റർ ജീവനക്കാർക്ക് എല്ലാ ആശുപത്രികളുടെയും ഡോക്ടർമാരുടെ വിവരങ്ങളുണ്ട്. രോഗം പറഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള എംപാനൽ ആശുപത്രിയും അവിടെ ലഭ്യമായ ചികിത്സയും പറഞ്ഞു തരും. പ്രീ ഓതറൈസേഷൻ സ്റ്റാറ്റസ് ഫോണിൽ കൂടി അറിയാം. പരാതികളുണ്ടെങ്കിൽ കോൾ സെന്ററിൽ രജിസ്റ്റർ ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ പരിഹാരം ലഭിക്കും. വാട്സ്ആപ്പ് നമ്പർ 9072024104 വഴിയും സംശയങ്ങൾ ചോദിക്കാം. കാരുണ്യ മൊബൈൽ ആപ്പിൽ ചാറ്റ് ബോർഡ് സൗകര്യം ഏർപ്പെടുത്തി. അവസാനമായി പറയാനുള്ളത് 2026 കേരള കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കൂടുതൽ ജനസൗഹൃദവും സാങ്കേതികമായി മുന്നേറിയതുമായ പദ്ധതിയായി മാറിയിരിക്കുന്നു. BPL കുടുംബങ്ങൾക്ക് സ്വാഭാവിക അംഗത്വം ലഭിക്കും. APL കുടുംബങ്ങൾ 800 രൂപ മുതൽ പ്രീമിയം അടച്ച് അംഗമാകാൻ സാധിക്കും. 1600-ലധികം ചികിത്സാ പാക്കേജുകൾ, 650-ലധികം എംപാനൽ ആശുപത്രികൾ, 5 ലക്ഷം രൂപ വരെയുള്ള ക്യാഷ്ലെസ് ചികിത്സ, 6 മണിക്കൂറിനുള്ളിൽ പ്രീ ഓതറൈസേഷൻ, ടെലിമെഡിസിൻ സൗകര്യം, ഡിജിറ്റൽ KYC, കാർഡ് എന്നിവയാണ് 2026 പുതിയ അപ്ഡേറ്റ്സുകൾ. കാരുണ്യ കാർഡ് എല്ലാ കുടുംബവും എടുത്ത് സൂക്ഷിക്കണം. ആശുപത്രിയിൽ പോകുമ്പോൾ കാർഡും ആധാറും കരുതണം. ചികിത്സയ്ക്ക് മുമ്പ് കാരുണ്യ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടേണ്ടതുണ്ട്. പ്രീ ഓതറൈസേഷൻ ഇല്ലാതെ വലിയ ചികിത്സ തുടങ്ങരുത്. രോഗം വരുമ്പോൾ സാമ്പത്തിക ബാധ്യത ഇല്ലാതെ ചികിത്സ നടത്താൻ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി 2026 കൂടുതൽ ശക്തമായി നിങ്ങളുടെ കൂടെയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.